ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നൽകണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സൗദി സർക്കാർ കർശനമായിട്ടുള്ള ഒരു സമയക്രമം ഇതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2026 ഹജ്ജിനുള്ള അപേക്ഷകൾ എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ്. തീർത്ഥാടനത്തിനായിട്ട് ഹജ്ജ് കമ്മിറ്റി വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് സുവിധ ആപ്പ് ഉണ്ട്. ഈ വെബ്സൈറ്റ് മുഖേനയും അതുപോലെ തന്നെ ആപ്പ് മുഖേനയും എത്രയും വേഗം അപേക്ഷ നൽകാനായിട്ടാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഹജ്ജ് 2026 അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂലൈ 31. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ ടൂർ ഓപ്പറേറ്റർ കൃത്യസമയത്ത് പണം അടയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ചില സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെയൊക്കെ കോട്ടയൊക്കെ വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവസാന തീയതി ജൂലൈ 31 തന്നെയാണ്. കൃത്യസമയത്ത് പണമടച്ച് അപേക്ഷ പൂർത്തീകരിക്കാനായിട്ടാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശം വച്ചിരിക്കുന്നത്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ നൽകുന്ന രേഖകളൊക്കെ വ്യക്തവും പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിയുന്ന വിധത്തിലുമായിരിക്കണം നൽകേണ്ടത്. രേഖകൾ അതുപോലെ തന്നെ കൃത്യമായി അപ്ലോഡ് ചെയ്താൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എന്നാണ് ഇപ്രാവശ്യത്തെ ഒരു നിയമം. അതുപോലെ തന്നെ സൂക്ഷ്മമായ അപേക്ഷയുടെ പരിശോധനയ്ക്ക് ശേഷം സ്വീകാര്യമായ അപേക്ഷകൾക്ക് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കവർ നമ്പർ അലോട്ട് ചെയ്യും. യഥാർത്ഥ രേഖകളൊക്കെ നറുക്കെടുപ്പിന് ശേഷം സമർപ്പിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഡൗൺലോഡ് ചെയ്ത അപേക്ഷാ ഫോറവും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ രേഖകളെല്ലാം നറുക്കെടുപ്പിന് ശേഷമാണ് സമർപ്പിക്കേണ്ടത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന നിശ്ചിത സമയപരിധിക്കകം തന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. തുക അടച്ചു കഴിയാൻ നേരത്ത് ഈ പണം അടച്ച റെസിപ്റ്റ് അപേക്ഷയോടൊപ്പം തന്നെ നൽകേണ്ടതാണ് കേട്ടോ. ഹജ്ജ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ വെബ്സൈറ്റും പിന്നെ ആപ്ലിക്കേഷനും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അതിന് മറ്റ് ഏജൻസികളും മറ്റ് സ്ഥാപനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ തന്നെ അത് ഹജ്ജ് കമ്മിറ്റിക്ക് ഔദ്യോഗികമായ വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. ഈ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങളൊക്കെ നോക്കാം. അല്ലെങ്കിൽ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ ട്രെയിനറിൻ്റെ സഹായം, നമുക്ക് ഹെൽപ്പ് ഡെസ്കിൽ സഹായം ചോദിക്കാം. നിങ്ങൾക്ക് സംശയം എന്തുണ്ടെങ്കിലും അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി വേണം പരിശോധിക്കാൻ. അവരുടെ ഔദ്യോഗിക പോർട്ടൽ എന്ന് പറയുന്നത് hajjcommittee.gov.in ആണ് കേട്ടോ. പിന്നെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഉണ്ട്. അത് കേരള ഹജ്ജ് kmit.org ആണ് കേട്ടോ. ഈ വെബ്സൈറ്റിലൂടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുണ്ട്. അതിൽ കയറി നോക്കണം. ജൂലൈ 31 രാത്രി 11:59 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം നൽകിയിട്ടുള്ളത്.